ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. ഇന്ന് എന്താ സാറേ ഭക്തിമാർഗമായിട്ടൊക്കെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ LD ക്ലർക്ക് തസ്തികയിലേക്ക് ഉടനെ വിജ്ഞാപനം എത്തും എന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇതുവരെ ഞങ്ങൾ പഠിത്തം തുടങ്ങിയില്ല സാർ എന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പഠനം തുടങ്ങിയില്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം ഇത്രയ്ക്ക് നല്ലൊരവസരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിൽ ഇത്രയ്ക്ക് നല്ലൊരു അവസരം വേറെ വരാനില്ല. അപ്പം ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഈ തിരുവിതാംകൂർ LD ക്ലർക്ക് പോസ്റ്റ് അല്ലെങ്കിൽ എത്രമാത്രം സാറേ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം ഒഴിവുകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള ഒഴിവുകൾ ഉള്ള ഒരു പോസ്റ്റാണിത്. കഴിഞ്ഞ തസ്തികയിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആ ലിസ്റ്റിലുള്ള ആളുകൾ കവിഞ്ഞിട്ട് ഏകദേശം 54 പേരോളം 54ഓളം വരുന്ന ഒഴിവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നതെങ്കിൽ അതിൽ കൂടുതൽ, അതായത് പ്രഖ്യാപിച്ച ഒഴിവിൽ കൂടുതലായിട്ടുള്ള ആളുകളെ നിയമനം നടത്തി എന്നുള്ളതാണ്. ഏകദേശം സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വരെ നിയമനങ്ങൾ നീണ്ടുപോയൊരവസ്ഥയുണ്ട്. സോ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും അധികം കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു തസ്തിക തന്നെയാണ് തിരുവിതാംകൂർ LD ക്ലർക്ക് തസ്തിക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും സാർ? ഏകദേശം ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം. നിങ്ങൾക്ക് നല്ലൊരു ഓണ സമ്മാനമായിട്ട് തന്നെയായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ആ നോട്ടിഫിക്കേഷൻ വരുന്നത്. സാർ മറ്റു വേറൊരു കാര്യമുണ്ട് ഉദ്യോഗാർത്ഥികളെ, അതായത് ഇത് ഇന്നോ നാളെയോ പഠിച്ചു തുടങ്ങാം. സാർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നാരും വിചാരിക്കേണ്ട ഇല്ലേ. നോട്ടിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോകുന്നൊരു കാര്യമാണ് അല്ലേ. നോട്ടിഫിക്കേഷൻ വന്ന് ചിലർ കൺഫർമേഷൻ ഒക്കെ കൊടുത്ത ശേഷം PSC പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല. എത്രയും വേഗം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ പോലും ആ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമ്മൾ പരമാവധി ആ സിലബസ് എങ്കിലും കവർ ചെയ്ത് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം തന്നെ വരും. അപ്പം അതിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ മാസം അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും. അതായത് ഇനി ഒഴിവുകളിലേക്ക് വരുവാണെങ്കിലോ ധാരാളമായിട്ട് 124ഓളം ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ ഒരു പക്ഷം നിയമനങ്ങൾ നടക്കാം. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്ന പോസ്റ്റ്. സോ അത് നിങ്ങൾ എത്രയും വേഗം അതിനുള്ളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെ പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയ മക്കളെ, ഞങ്ങളുടെ തിരുവിതാംകൂർ ദേവസ്വം LDക്ക് വേണ്ടിക്ക് പ്രത്യേക ബാച്ച് തന്നെ AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ജോലി ഒരുപാട് ആളുകളുടെ സ്വപ്നം തന്നെയാണ് അല്ലേ. കഴിഞ്ഞ പരീക്ഷകളൊക്കെ PSCയുടെ കുറേ പരീക്ഷകൾ എഴുതി, അതുപോലെ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ പരീക്ഷ എഴുതി അതിനുശേഷം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് തിരുവിതാംകൂർ LDCയുടെ പരിശീലനം ഇന്ന് തന്നെ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യൽ ബാച്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി ടോപ്പിക്കാണ്. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഒരു പ്ലാൻ അടിസ്ഥാനത്തിൽ നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. കാരണം വെറുതെ അങ്ങ് പഠിക്കാൻ പറ്റത്തില്ല. വാസ്റ്റായിട്ടുള്ള സിലബസാണ്, വളരെ വലിയ സിലബസാണ്. അതോടൊപ്പം സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. അത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിലനിൽക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സിലബസും സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ആകുമ്പോഴത്തേക്കിനും അതെങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ എത്തിപ്പെടാൻ പറ്റത്തില്ലായിരിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല രീതിയിൽ ഒഴിവുള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൻ്റെ കാലാവധി നിലനിൽക്കെ തന്നെ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ കൃത്യമായ രീതിയിൽ പഠിച്ചു തന്നെ പോകണം. അതിന് ഈ ഡെയിലി സ്റ്റഡി പ്ലാനും ഡെയിലി മോക്ക് ടെസ്റ്റും നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി സ്റ്റഡി പ്ലാനും അത് പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തുകൂടി നോക്കണം. അതുപോലെ തന്നെ വലിയൊരു കാര്യമുണ്ട്, നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും തന്നെ. ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും, ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരിശീലിച്ച് തന്നെ കേട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് തന്നെ പോവുക. അതുപോലെ തന്നെ
സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ്. ഏതൊരു പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുന്ന കറണ്ട് അഫയേഴ്സുകളാണ് അല്ലേ, കറണ്ട് അഫയേഴ്സ് ഫാക്ടേഴ്സ് ആണ്. ആ കറണ്ട് അഫയർ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും നിങ്ങൾക്ക് ഡെയിലി ഓരോ ദിവസം നടന്നിട്ടുള്ള ഈ ലോകത്ത് നടന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. അതുപോലെ തന്നെ PYQ പ്രാക്ടീസ്, അതായത് നിലവിൽ പല ദേവസ്വങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട്, ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ പരീക്ഷകളുടെ മുൻകാലങ്ങളിലെ തിരുവിതാംകൂർ ദേവസ്ഥത്തിന്റെ പരീക്ഷയുടെ, അതുപോലെ മറ്റ് ദേവസ്വം ബോർഡുകളിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ റാങ്ക് ലിസ്റ്റിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അവൻ എത്രമാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈ മേൽ പറഞ്ഞ തസ്തികയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻഡർ ഉണ്ടായിരിക്കും. മെൻഡറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം പ്രോപ്പറായിട്ട് നടന്നു പോകാൻ ഞങ്ങളുടെ മെൻഡർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ 24/7 ഞങ്ങളുടെ മെൻഡർമാരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ, അതായത് പഠിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി മാത്രം മതിയോ, പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് മാറണം. അതിനുവേണ്ടി സ്പെഷ്യൽ റിവിഷൻ നമ്മുടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ഈ പറയുന്ന ആളുകളുടെ ദേവസ്വം ബോർഡിലൊക്കെ നിയമനം നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ വേറെ പിൻവാതിൽ നിയമനങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോട് പോകാൻ പറ. നിങ്ങൾക്ക് അത്തരത്തിൽ ആളുകൾ നിങ്ങളുടെ അടുത്തൊന്ന് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല മോട്ടിവേഷൻ തന്ന് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്ന ആ ഓരോ ചവിട്ടുപടിയിൽ ഞങ്ങളും കൂടി ഉണ്ടായിരിക്കും. സോ ഇന്ന് തന്നെ ഞങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ബാച്ച് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. സോ വേറൊരു കാര്യം പറയാം, ഈ പറയുന്ന എക്സാം ഈ മാസം നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം തന്നെ വരും. ഏകദേശം 1-1.5 മാസം കൊണ്ട് തന്നെ 1-1.5-2-3 മാസം കൊണ്ട് തന്നെ പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം വരും. വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ. സോ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഞങ്ങളെ ബന്ധപ്പെടുക. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാം. ഓക്കേടാ മക്കളെ, നമുക്ക് കാണാം.